ഹലോ, എല്ലാവർക്കും എന്നോട് വിശേഷം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ മേടിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ പണിയുടെ ഇടയ്ക്കാണ് കേട്ടോ എൻ്റെ മുഖമൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറവലങ്ങാട് വെമ്പള്ളി ആ ഭാഗത്ത് EK ഏജൻസി എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു 2-3 കുറച്ച് സാധനങ്ങൾ എവിടെ നിന്നാണ് മേടിച്ച്, പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും മേടിച്ചായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ആ കുറച്ച് സാധനങ്ങൾ. അപ്പം ഒന്ന്, അതായത് നമ്മുടെ എന്താ പറയുക, ഒരു ഇടിയപ്പത്തിൻ്റെ അച്ച്. ഓക്കെ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഷെഡാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ പുറകുവശത്തുള്ള ഗാർഡനിലെ ഷെഡാണ്. അവിടെ നമ്മുടെ അതാണ് ഇവിടെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു ഇത് ഞാൻ മേടിച്ചത് കേട്ടോ. ഇത് നമ്മൾ മേടിച്ചത് നമ്മുടെ എവിടെ നിന്നായിരുന്നു, നമ്മുടെ നെടുങ്കാട് സ്റ്റോറിൽ നിന്ന്. അപ്പം ഇത് ഞാൻ EK ഏജൻസിയിൽ നിന്ന് മേടിച്ചതല്ല. അപ്പം ഞാനിത് ഓൾറെഡി നിങ്ങളെ കാണിച്ചു, അത് ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ, അതാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നേ. അപ്പം ഞാൻ മേടിച്ച സാധനം ഇതാണ് കേട്ടോ, കോക്കനട്ട് സ്ക്രാപ്പർ. അതായത് നമ്മുടെ കോക്കനട്ട് സ്ക്രാപ്പർ ആൻഡ് സിട്രസ് പ്രസ് എന്നാണ്. അതായത് നമുക്ക് ജ്യൂസും ഉണ്ടാക്കി കുടിക്കാം, അതുപോലെ തന്നെ തേങ്ങയും ചേരണ്ട അതുകൊണ്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കൊണ്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പ്രോപ്പറായിട്ട്. പിന്നെ നമ്മൾ മേടിച്ചാണ് ഒരു ഇൻഡക്ഷൻ കുക്കർ. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്കൊന്ന് ഫുഡൊന്ന് കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരാവശ്യമാണല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചാണ്. ഇതിൻ്റെ വില എത്രയാണെന്ന് ആക്ച്വലി ഞാൻ മറന്നുപോയി. വില ഇത്ര എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തോന്നുന്നു. മാനുഫാക്ചറിങ് പ്രൈസ് ഒന്നും എഴുതിയിട്ടുണ്ട്, 5945 രൂപ ആണ് എഴുതിയേക്കുന്നത്. മന്ത് ആൻഡ് ഇയർ മാനുഫാക്ചർഡ് 2023 ഉണ്ടാക്കിയതെന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് തുറക്കുമ്പം നമ്മളിത് പാക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊണ്ടുവന്നും അല്ലാതെ നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല പോലെ. ഞാനപ്പോൾ ഇവിടുത്തെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടൊന്ന് പ്ലഗ് മാറ്റി വെക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം തലവിരിച്ചാണ്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും ബുക്കും ഒക്കെ ഇത്തരം ഉണ്ടേ, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പം ഇതെങ്ങനെയാണ് ഇതിരിക്കുന്നത്, ഓട്ടോമാറ്റിക് വിസ്റ്റിൽ കൗണ്ടർ ഞാൻ നിങ്ങളിങ്ങനെ കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാം. ഓട്ടോമാറ്റിക് വിസ്റ്റിൽ കൗണ്ടർ, പിന്നെ സെറാമിക് പ്ലേറ്റ് ആണ്. അപ്പം ചൂടാകും, അപ്പം നമ്മൾ ടച്ച് ചെയ്യരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ സിമ്പിളാണെന്നാണ് പറഞ്ഞത്. ഇതൊരു ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ആണ്. ഇവിടെ നമുക്ക് മെനു ഉണ്ട്, ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ചായ മെനുവിൽ ഞെക്കാം. പിന്നെ ഹീറ്റ് അഡ്ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. പിന്നെ ദോശ ചപ്പാത്തി ആണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത്, ദോശ ചപ്പാത്തിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വിസിൽ പ്രീ ഹീറ്റ് നമുക്കൊരു 3 വിസിലാവുമ്പോൾ നിർത്താൻ പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ പ്രീ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈമറുണ്ട്. പിന്നെ പ്രഷർ കുക്കർ, ഡീപ്പ് ഫ്രൈ, സോട്ട്, കറി, ഇഡലി, അങ്ങനെയൊക്കെ പറഞ്ഞ എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊരു ഉപയോഗിച്ചിട്ടില്ല, ഇത് ഉപയോഗിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, ഇതൊന്ന് അതുപോലെ തന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല കൊണ്ടുവന്നിട്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ഇതിങ്ങനെ നമ്മൾ തുറക്കുമ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ വാറൻറ്റിയൊക്കെ ഇതിലൂടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. 11/4/2024 നമ്മൾ മേടിച്ചതുകൊണ്ട് സീലൊക്കെ അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങൾ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇതെന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇത്. ഓക്കെ, പിന്നെ ഇതൊക്കെ കളയാം. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം, ഈ ജ്യൂസിൻ്റെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇത് എനിക്ക് തോന്നുന്നു അതൊക്കെ താഴത്തേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഇത് തേങ്ങ ചിരണ്ടണ സാധനമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് ഇങ്ങനെയായിരുന്നു ഇതെല്ലാം. ഇതിപ്പോൾ ഷാർപ്പായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സാധനം.
പിന്നെ ഇതെന്തുവാ, ഇതൊരു കപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു കപ്പ്. ഓക്കെ, തോന്നുന്നു. പിന്നെ എന്തുവാ, പൊട്ടാതിരിക്കാൻ ഇവർ നന്നായിട്ട് പായ്ക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. അതൊക്കെ നമുക്ക് മാറ്റാം തൽക്കാലം. പിന്നെ ഇതാണ് നമ്മുടെ മെഷീൻ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നല്ല ഗ്രിപ്പൊക്കെ ഉള്ളൊരു ഇതുണ്ടോ, ഇങ്ങനെ ഗ്രിപ്പൊക്കെ ഉണ്ട്. ബ്രൂവൻ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിവിടെ കണക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് തേങ്ങ കാണിച്ചു കൊടുക്കാം. നമുക്ക് നോക്കാം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ. നടത്തില്ല ഇതുകൊണ്ടോ, ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞ എല്ലാം മെഷീനുണ്ട്, ബ്ലേഡ് കവറുണ്ട്, സ്പ്ലാഷ് കവറുണ്ട്, സിട്രസ് പ്രസ് കോണുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പേപ്പർ ബ്ലേഡ്, മാനുവൽ സ്കാപ്പർ ബ്ലേഡ്, മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ് എന്ന് പറഞ്ഞ് വെരിഫൈ ചെയ്തെല്ലാം ടിക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടിൽറ്റ് ആൻഡ് ലിഫ്റ്റ് സക്ഷൻ ലെഗ്സ് 1/1 ഫ്രം ദ സർഫസ്. പിന്നെ ഹൗസ് ഹോൾഡ് ഓൺലിയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നമുക്ക് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കിട്ടും. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഈ കോക്കനട്ട് സ്ക്രാപ്പറിൻ്റെ ഈ പ്ലഗ് ഇങ്ങനത്തെയാണ്. അപ്പം ഇത് ഇവിടുത്തെ UK പ്ലഗുമായിട്ട് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു അഡാപ്റ്റർ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് ഒന്ന് നോക്കുവാണ്. എന്നിട്ട് നമുക്കൊരു ഇലക്ട്രീഷ്യനെ വിളിക്കാമെന്ന് ഞാൻ വിചാരിക്കണം. വർക്ക് ചെയ്ത് നോക്കട്ടെ ആദ്യം. ലുക്കിലേക്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് വിത്ത് ദിസ് വൺ either. വർക്ക് ചെയ്യുന്നുണ്ട്. കയറുമായിരിക്കും എന്ന് തോന്നുന്നു. നോക്കാം. മൊത്തം കറണ്ട് പോവോ എന്നറിയത്തില്ല. എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് പ്ലഗ് ചെയ്യുവാണ്. എന്നിട്ട് ഇവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് എന്നാ പറയുന്നത്, ക്ലീൻ ദ സർഫസ് ആൻഡ് പ്ലേസ് ദ കോക്കനട്ട് സ്ക്രാപ്പർ സക്ഷൻ ലെഗ്സ് ഓൺ സർഫസ് ജെന്റിലി. ഇത് അതിൻ്റെ സക്ഷൻ ഗ്യാപ്പ് നന്നായിട്ട് ഒന്ന് വെക്കാൻ തന്നെ, അത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫിക്സ് ദ ബ്ലേഡ് ഓൺ ദ ബ്ലേഡ് ഷാഫ്റ്റ് യൂസിങ് ദ ബ്ലേഡ് കവർ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് നമ്മുടെ ബ്ലേഡ് ഇതാണല്ലോ, ഈ ബ്ലേഡ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബ്ലേഡ്. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കാനാണ് പറഞ്ഞേക്കണേ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, നമ്മുടെ കൈ മുറിയത്തില്ലേ. അപ്പം നമുക്കിവിടെ കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, കാണാമോ ഇതിങ്ങനെ ഇവിടെ അതേ പോയിൻ്റായിട്ട് കയറി ഞാൻ മുറുക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ്. കണ്ടോ, ഇത് ഇവിടെ ഞാൻ തിരിക്കുമ്പം ഇതിവിടെ നന്നായിട്ട് കണ്ടോ, ഇത് അതായി. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിതിങ്ങോട്ട് എടുക്കാം അന്നേരത്തേന്. ഓക്കെ, അതെ, നന്നായിട്ട് മുറുകട്ടത്. നന്നായിട്ട് ഇത് മുറുകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്ലഗ് ഇൻ ദ പവർ കോഡ് നമ്മൾ പ്ലഗ് ചെയ്തു. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്യുക. എന്നിട്ട് സ്വിച്ച് അറ്റ് ദ റിയർ എൻഡ് ഓഫ് ദ അപ്ലയൻസ് ചൂസ് ദ ഡിസൈഡ് സ്പീഡ് ലോ ഫോർ കോക്കനട്ട് സ്ക്രാപ്പിംഗ്. ഫസ്റ്റ് നമ്മൾ ആ സൈഡ് ഓഫ് ദ കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെൻറ്റർ ഓഫ് ദ കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഞാനൊരു പ്ലേറ്റ് ഒക്കെ വെച്ച് നോക്കാം നമുക്ക്. എന്നാ ഇവിടെ ഞാനൊരു പ്ലേറ്റൊക്കെ വെച്ച് കൊടുക്കുക. നമുക്ക് നോക്കാം എന്താണ് സംഭവം, എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയാൻ വേണം. ഇതെന്തുവാ സംഭവം? ഇത് എനിക്ക് തോന്നുന്നു ഇത് സിട്രസ് ജ്യൂസ് അടിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് വെച്ച് നോക്കാം. അപ്പം നമുക്കിത് എടുക്കാം. എന്നിട്ട് ഇത് ഓൺ ചെയ്യുമ്പോൾ കറണ്ടെല്ലാം കൂടെ പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. നോക്കാം. ഓക്കെ, അതുപോലെ ഓൺ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ എങ്ങാണ്ടാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഏത് ബട്ടണാ? എനിക്ക് തോന്നുന്നു താഴെയുള്ളൊരു ഇവിടെ ഒരു പവർ ബട്ടണാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഒന്ന് ഓൺ ചെയ്യുന്ന ബട്ടൺ. ഇത് പുഷ് എന്നുള്ളൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് അത് ജ്യൂസിൻ്റെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുക്കാവേ. നോക്കാം. ഓക്കെ, എനിക്കറിയാൻ മേല നമുക്ക് സൈഡിൽ കൂടെ എങ്ങനെയാവും എന്തോ. ഓൺ ചെയ്ത് എനിക്കൊന്ന് നമ്മൾ അത് ഇവിടെ തന്നെ ഇവിടെ ഒന്ന് ചെയ്യണം എന്ന് തോന്നുന്നു. ഇങ്ങനെ കേട്ടോ. അത് എന്നിട്ട് ഇവിടെയും കൂടെ ഞെക്കണേ.
നിങ്ങൾക്ക് കാണാമോ? ഒന്ന് കറങ്ങുമൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എനിക്കറിയില്ല ഇത് എങ്ങനെ ഞാനിത് ചെയ്യും എന്ന്. ഇനി നോക്കട്ടെ. ഇങ്ങനെ തിരിയുന്നുണ്ടോ നോക്കട്ടെ. എങ്ങനെ എൻ്റെ അകത്തേക്ക് പോകണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എങ്ങനെയാണോ പഠിക്കേണ്ടാവോ? ഇങ്ങനെ സൈഡിലേക്ക് പിടിച്ചിട്ടാണ് പോണേന്ന് തോന്നുന്നു കേട്ടോ. തേങ്ങയൊക്കെ വരുന്നുണ്ട്, പക്ഷേ അത്ര നന്നായിട്ട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. സൈഡിൽ നിന്നുള്ള തേങ്ങ എടുക്കാനാണ് പറയുന്നത് ആദ്യം. അപ്പം ഇങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. നോക്കട്ടെ. അത്ര വലിയ ഇതൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ. പൊളാഷ് കവറാണ്, അതെനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യും? ഇത് ഇങ്ങോട്ട് കയറ്റി ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? അപ്പോൾ ഈ ബ്ലേഡ് ഇതിൻ്റെ അകത്തായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സാധനം ഇങ്ങോട്ട് ഊരണം. ഓക്കെ, അല്ലാതെ എനിക്കിത് വെക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഊരിയിട്ട് നോക്കട്ടെ. നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം തെറിക്കുന്നുണ്ട് സാധനം. നമ്മുടെ കൈ മുറിയാതിരിക്കാനാണ് ഈ സംഭവങ്ങൾ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കൊന്ന് ഇത് ഇങ്ങനെയും കണ്ടായിരിക്കുന്നതെന്ന് തോന്നേ. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയും കണ്ടാണ് അത് ഇങ്ങനെയാണ്. എനിക്ക് വന്ന് ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇത് മുകളിലേക്കാണെന്ന് തോന്നുന്നു, അത് താഴത്തേക്കാണോ അറിയില്ല. ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണോ? എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ സാധനത്തിലേക്ക് ഫിക്സ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ തേങ്ങ തെറിച്ച് പോകത്തില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ ഊരാം. പക്ഷേ ഇതിങ്ങനെ ഉറച്ചായിട്ടൊന്നും നിൽക്കുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഉറച്ചൊന്നും നിൽക്കില്ല, ഇങ്ങനെ വേണ്ട നിൽക്കത്തുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ മാർഗങ്ങളൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ വെച്ചിട്ട് നോക്കാം നമുക്ക്. ആക്ച്വലി എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതാണ്. ഞാൻ അറിയില്ല, നോക്കട്ടെ. ഇത് ഈ സാധനം നമ്മളിങ്ങോട്ട് ഊരിയെടുത്തിട്ടാണ് കേട്ടോ അത് ഫിക്സ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് പറ്റത്തില്ല കേട്ടോ. അല്ലേ, ബാക്കി നോക്കാം. രുചികരമായി തേങ്ങ ചുരണ്ടി കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ഫിനിഷ്ഡ്. ഇനി ഇത് കഴുകിയെടുത്താൽ മാത്രം മതി.